ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ പോൺ അഡിക്ഷൻ എന്നുള്ളത്. ഈ പോൺ അഡിക്ഷനും പോൺ കാണുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് ശരിക്കുള്ള ഒരു പ്രശ്നമാണോ അതോ? ഓക്കെ, അപ്പം നമ്മൾ പോൺ അഡിക്ഷൻ ഇപ്പോൾ കോമൺ ആണെന്ന് പറഞ്ഞു, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു. അപ്പോൾ ആദ്യം പോൺ എന്താണ് ആക്ച്വലി? പോൺ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ ആക്ട് നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൂടെ കാണുക. ഓക്കെ, സെക്ഷൽ ആക്ട് കാണുന്നതാണ് പോൺ. ഇപ്പോൾ പൊതുവെ ഒരു ലേബലിംഗ് ഉണ്ട്, പോൺ ഒരു ചീത്ത സാധനമാണെന്നുണ്ട്. ഐ മീൻ കുറേ സ്ത്രീകളിപ്പം നമുക്ക് ഒരുപാട് പേഷ്യൻ്റ് ആക്ച്വലി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച എടുത്താൽ തന്നെ അതിനകത്തുനിന്നൊരു 10 ന്യൂ പേഷ്യൻ്റ് എങ്കിലും വന്നത് യങ് ആയിട്ട്, ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇത് 2 വർഷമോ 5 വർഷമോ ആ ഒരു കാലയളവിലുള്ള ദമ്പതിമാർ, ഭർത്താക്കന്മാർക്ക് പോൺ പ്രശ്നമാണ്, പോൺ അഡിക്ഷനാണ്. അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല, അതായത് ഒന്നും ഒട്ടും നടന്നിട്ടില്ല അല്ലെങ്കിൽ വളരെ കുറച്ച് എന്നുള്ള ഒരു കംപ്ലൈൻറ്റുമായിട്ട് ഈ സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേര് നമുക്ക് പേഷ്യൻ്റായിട്ട്, അത് ഞാൻ പറഞ്ഞത് ഒരാഴ്ചയിൽ ഇത്രയധികം കോൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പോണിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ രാം പറഞ്ഞ പോലെ ഒരു സെക്ഷുവൽ ആക്ട് കാണുന്നത് ഏത് മീഡിയത്തിൽ കൂടെ ആയാലും അതിൽ നിന്നൊരു പ്ലഷർ കിട്ടുന്നു എന്നുള്ളൊരു ഫീലിംഗ്, അതാണ് ബേസിക്കലി പോൺ. കാണുന്നതും അഡിക്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയും, മദ്യം കഴിച്ച് അഡിക്റ്റ് ആയ ആൾക്കാർ, അല്ലെങ്കിൽ സ്മോക്കിംഗ്, ചെയിൻ സ്മോക്കേഴ്സ് എന്നൊക്കെ പറയും. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തോന്നുന്നു? അത് രാമന് എന്ത് തോന്നുന്നു, എന്താണ് അഡിക്ഷൻ? ഡിപ്പെൻഡൻസി ഓൺ എ സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ ഓർ എനിത്തിങ്, എനി ആക്ടിവിറ്റി ദാറ്റ് വി ഡു. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കുള്ള നിർബന്ധമായാൽ, എന്തെങ്കിലും കാര്യം നമുക്ക് നിർബന്ധമായാൽ കറക്റ്റാണ്, അത് കറക്റ്റാണ്. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ആൽക്കഹോൾ കഴിക്കണതായിരിക്കും. അപ്പോൾ അതിന് സോഷ്യൽ ഡ്രിങ്കിങ്, അവരാരും അഡിക്റ്റ് അല്ല. പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർക്ക് രാവിലെ എണിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ അവർ കുടിക്കാൻ തുടങ്ങും. ഈവൻ ജോലിക്ക് പോണതിൻ്റെ ഇടയ്ക്ക് കുടിക്കുന്ന ആൾക്കാർ, അതിന് തിരിച്ചു വന്നാലും കുടിക്കും. ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ടൊരു കാര്യം രാം പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻഡ് ആവുക, അവരുടെ ജീവിതം അതുകൊണ്ട് ബാധിക്കുക, അവരുടെ ഡേ ടു ഡേ ലൈഫ്, ഇപ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അവരുടെ കുടുംബജീവിതം എഫക്റ്റ് ആവുക, അവരുടെ ജോലി എഫക്റ്റ് ആവുക, അവരുടെ പേഴ്സണൽ ഹെൽത്ത് എഫക്റ്റ് ആവുക. ഇതാണ് അഡിക്ഷൻ. അപ്പോൾ എല്ലാ അഡിക്ഷനും പോലെ അഡിക്ഷൻ ഇപ്പോൾ പലതരമുണ്ട്. നമുക്കിപ്പോൾ ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ TV അഡിക്ഷനുണ്ട്. ഇപ്പോൾ പല സ്ത്രീകളും സീരിയൽ അഡിക്ഷനാണ്, അവർക്ക് ആ സമയമാകുമ്പം അത് കണ്ടില്ലെങ്കിൽ ശ്വാസമുട്ടാണ്. അതും അഡിക്ഷൻ തന്നെയാണ് ആക്ച്വലി. പല ടൈപ്പ് അഡിക്ഷനുകളുണ്ട്. അപ്പോൾ അതിൽ പോൺ എന്ന് പറയുമ്പോൾ പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുനിന്ന് ഒരു സെക്ഷുവൽ പ്ലഷർ കിട്ടുന്നത് കൊണ്ട് അവർക്ക് വേറെ രീതിയിൽ സെക്ഷുവൽ പ്ലഷർ ആവശ്യം വരുന്നില്ല. കാരണം നമ്മളൊരു അഡിക്ഷൻ വരുന്നത് നമ്മളുടെ പ്ലഷർ എന്ന് പറയും, സുഖം കിട്ടുമ്പോഴാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന ഘടകം റിലീസ് ആകുമ്പോഴാണ് ഈ പ്ലഷർ അല്ലെങ്കിൽ സുഖം കിട്ടുന്നത്. അപ്പോൾ ഇത് ഒരു സ്ഥലത്തുനിന്ന് കുറേ സുഖം കിട്ടുമ്പം അത് വേറെ സ്ഥലത്തുനിന്ന് ആവശ്യം വരാനുണ്ടാവും. അതായത് പോണിൽ നിന്ന് സെക്ഷൽ പ്ലഷർ കിട്ടുമ്പം കുടുംബജീവിതത്തിൽ നിന്ന് അത് ആവശ്യം വരാണ്ടാവുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയാണ് അഡിക്റ്റ് എങ്കിൽ മറ്റേ വ്യക്തിക്ക് അത് കിട്ടാതെ പോകും. അപ്പോൾ അവിടെ ഒരു ഫ്രസ്ട്രേഷൻ വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അഡിക്ഷൻ കൊണ്ട് പ്രോബ്ലം വരുന്നത് വെച്ചാൽ മറ്റേ വ്യക്തിക്ക് ഇത് കംപ്ലീറ്റ്ലി കിട്ടാതെ പോകുന്നു, അതൊരു പ്രോബ്ലം. ചില പേഷ്യൻ്റ് ഒരു ദിവസം 16 മണിക്കൂറൊക്കെ വാച്ച് ചെയ്യുന്നത്, അതായത് നമ്മൾ ഫോൺ വാച്ചിങ് ടൈമൊക്കെ ചോദിച്ചാൽ, അതായത് അവർക്ക് വർക്കിലിരുന്നും ഫുൾ ടൈം ഈ ഇൻ്റർനെറ്റ് വഴി ഫോൺ വാച്ച് ചെയ്യുക. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഇത്, വർക്ക് ചെയ്യുമ്പോഴും ഇത്, തിരിച്ചു വന്നാലും ഇത്. ചില ആളുകൾക്ക് ഉറക്കം തീരെയില്ല, അതായത് 2 മണി 3 മണി വരെ ഫോൺ വാച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് പിന്നെ വെളുപ്പിനെ എണിച്ച് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ ഹെൽത്ത് എഫക്റ്റഡ് ആവുകയാണ്, എല്ലാ രീതിയിലും അവരുടെ ലൈഫ് എഫക്റ്റഡ് ആവുകയാണ്. കാരണം അവരുടെ ജോലി ഡെഫിനറ്റ്ലി താഴോട്ട് പോകുമല്ലോ, അവരുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നടക്കില്ല, അവരുടെ ഹെൽത്ത്, അവർ എക്സസൈസ് ചെയ്യില്ല, അവരുടെ ഗ്രൂമിങ് ചെയ്യില്ല. അത് വിട്, ഫാമിലി ലൈഫിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഭയങ്കര കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണല്ലോ ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു വെയിറ്റ് ചെയ്തിരിക്കും. ചില പേഷ്യൻ്റ് പറയുമ്പോൾ നമുക്ക് സങ്കടം വരും, ഒരു വെയിറ്റ് ചെയ്തിരിക്കും. അവർ വിചാരിച്ചു ആദ്യം എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് മുടങ്ങും. ഇപ്പോൾ 1 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വെയിറ്റ് ചെയ്തു, 6 മാസം വെയിറ്റ് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു അപ്രോച്ചും ഇല്ല.
അപ്പോൾ ആണുങ്ങളുടെ നീഡ്സ് അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിസയർ, ഒരു താല്പര്യമോ ഒരു അറൗസലോ ഒന്നും തോന്നാത്ത പുരുഷന്മാർ. തമാശ എന്താണെന്ന് വെച്ചപ്പോൾ നമുക്ക് വരുന്ന പല കോൾസിലും ലവ് മാരേജസ് ഉണ്ട്. അയ്യോ, അതായത് കുറേ വർഷങ്ങളായിട്ട് അടുത്തറിയാവുന്നവർ, ഇപ്പോൾ അതിനകത്ത് 5-6 വർഷമായിട്ട് അറിയാവുന്നവർ പോലും ഉണ്ട്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ആ സമയത്ത് ഈ വ്യക്തിക്ക് അവരോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് ഫോപ്ലേ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയണത്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും തോന്നണില്ല, എന്ത് ചെയ്യുമെന്ന്. ഞങ്ങൾ ഒരു കേസിൽ ഭയങ്കര തമാശ, ആൾ പറയുന്നുണ്ട് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി എനിക്ക് വരുത്താൻ ആർട്ടിഫിഷ്യലായിട്ട്, ഭാര്യയുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ തോന്നാം, പക്ഷെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പിന്നെ എനിക്ക് തോന്നണ്ടേ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അവിടെയാണ് ആ പ്രോബ്ലം. അതായത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അവിടെ ഇരിക്കുമ്പോൾ അവരോട് ഒന്നും തോന്നുന്നില്ല, പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ബ്രെയിൻ അങ്ങനെ വയറായിപ്പോയി ആ ഒരു മീഡിയത്തിൽ മാത്രം. അതായത് നമുക്ക് ബ്രെയിനിന് തലച്ചോറിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി ചെയ്താൽ, കണക്കൊട്ടും അറിയാൻ പാടാത്ത ആൾ, മാത്സിന് വളരെ മോശം ആളാണെന്ന് വിചാരിക്കും, എവറി ഡേ ഒരു 5-8 മണിക്കൂർ മാത്സ് ചെയ്തുകൊണ്ടിരുന്നാൽ അവരുടെ ബ്രെയിനിൽ കൂടുതൽ വയറിങ് ഉണ്ടാവും, ഈ കണക്ഷൻ ഉണ്ടാവും. എന്നിട്ട് അവർ മാത്സിന് ബെറ്ററായി വരും. അതാണല്ലോ ഈ ട്യൂഷനൊക്കെ പഠിപ്പിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോൺ കാണുമ്പോൾ ഒരുതരം കണ്ടീഷനിങ് ആണ്. കണ്ടീഷനിങ്, ബ്രെയിനിൻ്റെ നെർവ്സ് ആ കണക്ഷൻ മാത്രം ഡെവലപ്പ് ചെയ്യും. അത് കണ്ടാൽ മാത്രം അറൗസൽ വരുന്ന ഒരു ലെവലിലെത്തും. പിന്നെ അതിന് പറയുന്ന ഡീസെൻസിറ്റൈസേഷൻ എന്നും പറയും. അതായത് നമുക്കൊരു സംഭവത്തിനോട് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ വേദനയ്ക്ക് പെയിൻ ത്രഷോൾഡ് എന്ന് പറയും. നമുക്കിപ്പോൾ കുത്തിയ വേദന, ഓക്കെ, ഓരോരുത്തർക്കും ഒരേ ലെവലിൽ കുത്തിയാലും പലർക്കും പല ലെവലിലായിരിക്കുമല്ലോ പെയിൻ. അപ്പം ആ വ്യക്തിക്ക് അതിനോടൊരു ത്രഷോൾഡ്, ചിലവർ അടിച്ചാലും അവർക്ക് വേദന എടുക്കില്ല, ചിലവർ തൊട്ട വേദന എടുക്കും. നീഡിലൊക്കെ കുത്തുമ്പോൾ പേഷ്യൻ്റ് അങ്ങനെയാണല്ലോ. പല പേഷ്യൻ്റ് കിടന്ന് കരയും, പേഷ്യൻ്റ് ഇങ്ങനെ വെറുതെ സിനിമ കാണുന്ന പോലെ ഇരുന്ന് കൊടുക്കും. അപ്പം ഈ ത്രഷോൾഡ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം, നമുക്ക് എന്തെങ്കിലും ഒരു സെക്ഷുവൽ സാധനം എന്ന് പറയുമ്പം ഒരു തോട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കാണുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു അറൗസൽ, ഡിസയർ ഇതൊക്കെ ഉണ്ടാവും. അപ്പം അതിനോടുള്ള സെൻസിറ്റിവിറ്റി വല്ലാതെ കുറയും. കാരണം ഇത് ഫുൾ ടൈം കാണുമ്പോൾ ഇതിനകത്ത് അങ്ങേയറ്റം കാണിക്കുകയാണ്. അങ്ങേയറ്റം കണ്ട് യൂസ്ഡ് ആവുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ ഇവർക്ക് അറൗസൽ വരില്ല. അപ്പോൾ ഈവൻ ഭാര്യമാർ ന്യൂഡായിട്ട് കംപ്ലീറ്റ്ലി വസ്ത്രമില്ലാതെ കണ്ടാലും ഇവർക്ക് ഒന്നും തോന്നണില്ല. കാരണം ഇവരിത് കണ്ട് അവർക്ക് ഒന്നും തോന്നാത്ത അവസ്ഥയിലെത്തും. അപ്പം നാച്ചുറൽ പ്രോഗ്രാമിനെ ഓവർ റേറ്റ് ചെയ്യും ലിറ്ററലി. കംപ്ലീറ്റ്ലി. അപ്പോൾ അത് ബ്രെയിൻ അങ്ങനെ ആയിപ്പോയി. പ്രാക്ടിക്കലായിട്ട് ഉണ്ടാവാൻ പോണ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബജീവിതം കംപ്ലീറ്റ്ലി തകരും. അപ്പോൾ പല പേഷ്യൻറ്റും നമ്മുടെ അടുത്ത് ലൈക്ക് ഡിവോഴ്സിന് ഫയൽ ചെയ്തിട്ട് വരും, സെപ്പറേറ്റഡ്, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പലരും സെപ്പറേറ്റഡ് ആവും. പിന്നെ പലരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. പിന്നെ അവർ അൺഹാപ്പിയാണ്, അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാരണം അവർ തമ്മിൽ വഴക്കുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആവും. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇതിന് സൊല്യൂഷൻ എന്താ? ഇതിന് പുറത്തു വരാൻ പറ്റും? നമുക്ക് ആദ്യം ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, പരിഹാരം. അപ്പം നമ്മൾ ഒരു പ്രശ്നം അറിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ് കാരണം നോക്കാം. കാരണം ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികൾക്ക് വരെ എല്ലാവർക്കും ഇതിനുള്ള ആക്സസ് ഉണ്ട്, അറിയാമല്ലോ. ഇപ്പോൾ സ്കൂൾ കുട്ടികളോട് ചോദിച്ചാൽ എല്ലാവർക്കും ആക്സസ് ഉണ്ട്. ഇപ്പം 100 കുട്ടികൾ കാണാനൊരു ചാൻസ് കിട്ടുന്നു. അതിൽ എത്ര പേര് അഡിക്റ്റ് ആവും? എല്ലാവരും ആവില്ല, ചിലവരാവും. അപ്പം അതെന്തുകൊണ്ട് ചിലവരാകുന്നു, അവിടെയാണ് പ്രശ്നം കിടക്കണേ. അപ്പം അതാണ് റീസൺ എന്തുകൊണ്ട് അഡിക്ഷൻ ഉണ്ടാവുന്നു. അത് മറ്റ് അഡിക്ഷൻ പോലെ. അപ്പോൾ രാമന് എന്ത് തോന്നുന്നു, എന്തുകൊണ്ട് ചിലവർ അഡിക്ഷൻ വരുന്നു, അതായത് ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്ന ലെവലിൽ അഡിക്ഷൻ എന്തുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ കണ്ടീഷനിങ് ആണ് നടക്കുന്നതെങ്കിൽ ഫ്രീക്വൻസി, അതായത് ആദ്യം ഈ കാണുന്നതിന്റെ ലെങ്ത് കൂടുതൽ. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു 100 വില, ഒരു 1000 പേര് പോൺ കാണുന്നു, അതിൽ ഒരു നമ്പർ അഡിക്ഷൻ ആവുന്നു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചില ആൾക്കാർ അഡിക്റ്റ് ആവണേ, ചിലവരാവാത്ത? ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ആവാം. ജനറ്റിക് ആവാം. എന്ത് ക്യാരക്ടർ ആയിരിക്കും ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാല്?
ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് മിക്ക അഡിക്ഷനും സെയിം കോസ് ആണ്. നമ്പർ 1 പറയുന്നത്, ഇതിപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അത് പറയണത്. നമ്പർ 1 എന്ന് പറയുന്നത് ജീവിതത്തിൽ അർത്ഥവത്തമായ ഒരു കാര്യമില്ലാത്തത്, ലൈക്ക് വർത്ത് വൈൽ അല്ല ലൈഫ്, മീനിങ്ലെസ് ആണ്. അതായത് അവർക്കൊരു പേർപ്പസ് ഇല്ല ലൈഫിൽ. അതായത് അവർക്ക് പേർപ്പസ് ഇല്ലെങ്കിൽ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ശരിയായിട്ട് ഒരു മീനിങ് ഫുൾനെസ് ഇല്ലാത്ത ഒരു വ്യക്തിക്കാണ് അഡിക്ഷന് ഇത്, അത് ആൽക്കഹോൾ ആയാലും പോണായാലും. അതൊരു നമ്പർ 1 റീസൺ. വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേന്ന്, സുഖം കിട്ടാൻ, ഡോപ്പമൈൻ. സുഖം എപ്പോഴാണ് വേണ്ടത്? നമുക്ക് ദുഃഖമുള്ളപ്പോൾ, നമുക്ക് പെയിൻ ഉള്ളപ്പോൾ നമുക്ക് പ്ലഷർ വേണം. അതായത് ഐ എം ഇൻ പെയിൻ, ഐ എം നോട്ട് ഹാപ്പി, ഐ വോണ്ട് ഹാപ്പിനെസ്. ആ ഒരു അവസ്ഥ, ആ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐദർ നമ്മുടെ ചെറുപ്പകാലത്തിൽ നമുക്ക് ഒരുപാട് ഇമോഷണൽ ട്രോമ, ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് പല രീതിയിലാവാം. അതായത് എല്ലാ പെരുമാറ്റത്തിൻ്റെ പുറകിൽ ചൈൽഡ്ഹുഡാണ്. സൈക്കോളജിയിൽ മോസ്റ്റ് സാധനം നമ്മൾ റിപ്പയർ ചെയ്യണ ചൈൽഡ്ഹുഡാണ്. അപ്പം മിക്കവാറും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഐദർ അവരുടെ മാതാപിതാക്കന്മാർ അവരെ നെഗ്ലക്റ്റ് ചെയ്തവർ, അവരെ ബാഡ്ലി ട്രീറ്റ് ചെയ്തവർ, അവർ തമ്മിൽ ഒരുപാട് വഴക്കുണ്ടായവർ, അവർ സെപ്പറേറ്റഡോ ഡിവോഴ്സ് ആയ ആൾക്കാർ, അങ്ങനെ മേജറായിട്ടുള്ള വിഷമങ്ങൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ കിടക്കും, ഹീലാവാതെ. അത് കോൺഷ്യസ് മൈൻഡിലല്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ബാഗേജ് എന്ന് പറയാം, കുറേ ഭാരങ്ങൾ കൊണ്ടു നടക്കണ പോലെയാണ്. ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്ന വ്യക്തികൾക്ക് പെയിൻ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ അവർക്ക് സന്തോഷം വേണം. അപ്പോൾ അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഡിക്ഷനിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും മനുഷ്യൻ്റെ കോർ നീഡാണ് സെക്സ്. അപ്പോൾ അതിലേക്ക് എളുപ്പം പോകും. പണ്ട് പോണും ബ്ലൂ ഫിലിമും, പണ്ടത്തെ കാലത്തല്ല ബ്ലൂ ഫിലിം എന്ന് പറഞ്ഞിരുന്നത്, അധികം ആക്സസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ മദ്യം അങ്ങനെയുള്ളതിൽ പോയി. ഇപ്പോൾ ഏതാണ് ആക്സസ് കിട്ടണതെന്ന് വെച്ചാൽ അതിലേക്ക് പോകുന്നു. അങ്ങനെ അവർക്ക് ചെറുപ്പത്തിലെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്താൽ, കാരണം അറിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ലൈഫിലൊരു മീനിങ് ഉണ്ടാക്കണം. അവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ട്രോമ ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റും. പിന്നെ മേജർ ഒരു ട്രോമയാണ് സെക്ഷൽ അബ്യൂസ്. നമ്മളിപ്പോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫീമെയിൽ സെക്ഷൽ അബ്യൂസ് ഞാൻ പല പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. ഈ വെജൈനിസ്മസ്, ഈ ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് ചെറുപ്പത്തിലെ അബ്യൂസ് ഉണ്ടായതായിട്ട് കൂടുതൽ കാണുന്നുണ്ട്. പല രീതിയിലാണ്. ഇപ്പോൾ പലരും പറയുന്നത്, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന്, ട്യൂഷൻ ടീച്ചേഴ്സ്, സ്പോർട്സ് ടീച്ചേഴ്സ്, ബാർബർമാർ, ഷോപ്പിൽ പോയവർ, അങ്ങനെ അവരുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ അവരുടെ പഠിച്ച എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ നമ്മൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സെക്ഷൽ അബ്യൂസ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു അവരുടെ ട്രോമ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതും നമ്മളിപ്പോൾ കുറച്ച് ഹീലിംഗ്, നമ്മൾ കൗൺസിലിങ്ങും തെറാപ്പിയും സൈക്കോ തെറാപ്പിയും ഹീലിംഗ് ചെയ്തിട്ട് എന്നിട്ട് ഇവരെ ഇതിൽ നിന്ന് വിടിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു റീസൺ. ഇനി മൂന്നാമത്തെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ ട്രോമയുണ്ട്, ഇപ്പോഴത്തെ ട്രോമ. അതായത് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലുള്ള പെയിൻ, അതെന്തുമാവാം. ജോലിയിലുള്ള സ്ട്രെസ്സ്, ടെൻഷൻ, ജോലി ഇല്ലാത്തത്, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ, ഫ്രണ്ട്സൊക്കെ നന്നായി പോയി നമ്മൾ മോശമാണ്, അപ്പോൾ നമുക്കൊരു വിലയില്ല എന്നുള്ളൊരു തോന്നൽ. പ്രത്യേകിച്ചും പ്രധാനമായിട്ടും പാർട്ട്ണറിൻ്റെ, അതായത് അവരുടെ പങ്കാളി അവരെ മോശമായിട്ട് ഒരു വാല്യൂ ഇല്ലാതെ പെരുമാറുക, കുറ്റപ്പെടുത്തുക. അതായത് ഇപ്പോൾ നിങ്ങൾ വൃത്തികെട്ട മനുഷ്യനാണെന്ന് അങ്ങ് ലേബൽ ചെയ്യും. ഭാര്യ ഇത് അറിഞ്ഞു കഴിയുമ്പം ചിലവർ ഭയങ്കരമായിട്ട് എടുത്തടിക്കും, ചിലവർ ഇവരുടെ ഡിവൈസ് എടുത്ത് പൊട്ടിക്കും, ചിലവർ പെട്ടിയെടുത്ത് വീട്ടിലേക്ക് പോവും. അതോടുകൂടി ഇവർക്ക് തോന്നലേ എന്നെ ഒന്നിനും കൊള്ളൂല എന്നൊരു തോന്നൽ അവർക്ക് വന്നു. അങ്ങനെ വന്നു കഴിയുമ്പം അവർ ഫർദർ അവരുടെ അഡിക്ഷൻ കൂടും. കുറയല്ല ചെയ്യുന്ന, കൂടുക ചെയ്യുന്നത്. അപ്പം നമ്മൾ തെറാപ്പിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പ്രശ്നം പോൺ അഡിക്ഷനാണ്, പ്രശ്നം വ്യക്തിക്കല്ല പ്രോബ്ലം. അപ്പം നമ്മൾ ഈ പങ്കാളികളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രശ്നത്തിന് പ്രശ്നമായിട്ട് സെപ്പറേറ്റ് കാണുക. വ്യക്തിനെ നമ്മൾ ഒരിക്കലും അക്യൂസ് ചെയ്യരുത്. ഒരു കാരണം കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ആവുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് അത്രയും വേദന ഉള്ളിലുണ്ട്, അത്രയും പെയിൻ ഉള്ളത് കൊണ്ടാണ് അഡിക്ഷൻ ആവണേ. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരുപാട് വേദനിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ഫർദർ വേദനിപ്പിക്കണോ
അതോ അവരെ ഹെൽപ്പ് ചെയ്യണോ? ഹെൽപ്പ് ചെയ്യണം അല്ലേ? വേദനയുള്ള ആളെ ഹെൽപ്പ് ചെയ്യണം. അപ്പം അതിന് പങ്കാളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കുറ്റം പറയണോ, ചീത്ത വിളിക്കണോ, എന്ത് ചെയ്യണം? അതിൽ നിന്ന് പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പം ഈ ചെറുപ്പത്തിലെ സ്നേഹം കിട്ടാത്ത വ്യക്തികൾക്കാണ്, അല്ലെങ്കിൽ അമ്മമാർ സ്നേഹിക്കാത്തവർ, അവർ സ്നേഹം കാണാത്ത വ്യക്തികൾക്കാണ് ഈ പ്രശ്നം കൂടുതൽ വരണത്. അത്രയും സ്നേഹം ഇവർ കൂടുതൽ കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ലേബിൾ ചെയ്യണതിന്റെ ഓപ്പോസിറ്റാ ചെയ്യണ്ടേ. അവരത്രയും കൂടുതൽ സ്നേഹം കൊടുക്കണം. നമുക്ക് തെറാപ്പി വേണ്ടി വരും, മിക്കവർക്കും വേണ്ടി വരും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ ഹീലിംഗ്, നമുക്ക് ഈ പ്രശ്നം നമുക്ക് രണ്ടാൾക്കും ചേർന്ന് നേരിടാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോവാം, നമുക്ക് ചികിത്സ ചെയ്യാം, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. അങ്ങനെ പങ്കാളി കൂടെ നിന്നാൽ നമുക്ക് ഇതിന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പുറത്തു വരാൻ പറ്റുക. ജനറലി എത്ര സമയം എടുക്കും? സമയം ഡിപ്പെൻസ്. ഇപ്പൊ ഓരോരുത്തരുടെയും വൂണ്ട് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ല വേദന എന്ന് പറഞ്ഞില്ലേ, ഓരോരുത്തരുടെയും വേദനയുടെ അളവ് വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെയും നമ്മളെ ജീവചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരെങ്ങനെ ഇങ്ങനെ ആവാതിരിക്കും എന്ന് നമുക്ക് തോന്നും. ഒരുപാട് കഥയുണ്ട് കേട്ടോ. ഒരു പേഷ്യൻ്റെ കഥ പറയാം. ഇവർക്ക് 3-4 മക്കളുള്ള ഒരു കുടുംബമാണ്. അപ്പം അതിനകത്തുനിന്ന് അവരുടെ വീട്ടിലൊരു മെയ്ഡുണ്ട്. അപ്പം ഈ മെയ്ഡും ഇവരുടെ ഫാദറുമായിട്ട് റിലേഷൻഷിപ്പ് ഈ കുട്ടികൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ കുട്ടികൾ, ഈ 3 കുട്ടികൾ 3ഉം എൻ്റെ പേഷ്യൻ്റാണ് ഇപ്പം. കാരണം എന്ന് വെച്ചാൽ 3 പേർക്കും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവർ മെയ്ഡും ഫാദറുമായിട്ട്, അവരെ നോക്കാൻ നിൽക്കുന്ന സ്ത്രീയും ഫാദറുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ചെറിയ വയസ്സിൽ 3-4 വയസ്സ് മുതൽ ഇവരെല്ലാം കണ്ടിട്ട് അവരുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അമ്മയും അപ്പനും ചേർന്ന് കണക്ഷൻ ഇല്ല. അമ്മ ഇവരെ നോക്കൂല. അമ്മ ഫുൾ ടൈം തിരക്കുള്ള വളരെ ഹൈ പൊസിഷനിലുള്ള ഒരു സ്ത്രീ, ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ ഇവരെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇവരെല്ലാവരും ആ മെയ്ഡ് നോക്കാൻ നിൽക്കുന്ന സ്ത്രീയെ അമ്മയെ പോലെ കാണുന്നത്. അമ്മയെ പോലെ കാണുന്ന ഒരു വ്യക്തി ഇത്. പ്രശ്നം എന്താ? അതുമല്ല, 2 ആൺകുട്ടികളെയും ഈ സ്ത്രീ അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 2-3 വയസ്സിൽ അമ്മയെ പോലെ കാണുന്ന ഒരു സ്ത്രീ ഫാദറുമായിട്ട് ഇത് കാണുന്നു. ഇവർ വലുതായി വരുമ്പോൾ ഇവർക്ക് അബ്നോർമാലിറ്റി, നമുക്ക് അവരോട് ശരിക്കും സിമ്പതിയാ തോന്നുക. അവരുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അവരങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അത്രയ്ക്ക് വൂണ്ട് ചെറിയ വയസ്സ് മുതൽ കിട്ടിയ വ്യക്തികളാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കണം, നമ്മൾ പുറത്തറിയുന്നില്ല. ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും അവർക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ആ മെയ്ഡിനോട് തന്നെയാണ്. ആ ഫാദറിനോട് അവർക്ക് വെറുപ്പാണ്. പക്ഷെ മനസ്സിലായില്ലേ? അപ്പം അവരുടെ എല്ലാവരുടെയും കുടുംബജീവിതം കുളമാണ്. ഇവരെല്ലാവരും സൈക്യാട്രിക് പ്രോബ്ലത്തിന് ഇപ്പം മരുന്ന് കൊടുക്കുന്നുണ്ട്. പോൺ അഡിക്ഷൻ ഉണ്ട്. എല്ലാവർക്കും അവരുടെ ലൈഫിൽ പ്രോബ്ലമാണ്. എല്ലാവരും വഴക്കും വക്കാണും സെപ്പറേഷനും സെക്കൻഡ് മാരേജും നിറച്ചും പ്രശ്നം. അവരുടെ ചൈൽഡ്ഹുഡാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കേസുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ പിന്നീട് ഇങ്ങനെ ആവുമ്പോൾ അവരെ ഒരുപാട് തെറാപ്പി ചെയ്ത് അവരെ ഹീൽ ചെയ്ത് അതൊന്ന് പുറത്തു കൊണ്ടുവന്നാൽ, കാരണം അവരുടെ മക്കളും സഫർ ചെയ്യാണ്. ഇതിൽ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്തു എല്ലാവർക്കും. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പേടിയാണ് അവർക്ക്. ഇവർ തമാശ എന്താണെന്ന് വെച്ചാൽ വളരെ ഹൈ പൊസിഷനിൽ ജോലിയും പദവിയും സ്വത്തും ഒക്കെ ഉള്ള പബ്ലിക്കലി നോൺ ആൾക്കാരാണ് ഇവർ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും എല്ലാം നല്ല പെർഫെക്റ്റ് ഹങ്കി ഡോറിയാണെന്ന് തോന്നുന്ന പല ആളുകൾക്കും ഇങ്ങനത്തെ കഥകളുണ്ട്. ഇതിൻ്റെ കഥകൾ പറയാൻ നിന്നതിനൊരു അന്ത്യമില്ല. അത്ര അധികം കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ സൈക്കോളജിക്കലി നമുക്ക് കൗൺസിലിംഗ് വേണ്ടി വരുമെന്ന് തോന്നുന്ന ദിവസങ്ങളുണ്ട്. നമുക്ക് അത്രയും എനിക്ക് തോന്നുന്നു എൻ്റെ OP ഒരു ഡ്രാമ മാതിരിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഈ കഥകളാണ്. ഇനി പരിഹാരം ഇപ്പം എങ്ങനെ കണ്ടെത്താൻ പറ്റും? കാര്യം പിടികിട്ടില്ല, എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇവരെ ഹീൽ ചെയ്യുക. പിന്നെ ഇവർക്ക് മിക്കവർക്കും ഡീസെൻസിറ്റൈസേഷൻ വേണം. അതായത് സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ അതിനകത്ത് തെറാപ്പിയിൽ കുറേ ഇതുണ്ട്. ഒന്ന്, നമ്മൾ ഈ കപ്പിളിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷുവൽ തെറാപ്പീസ് ഉണ്ട്. അതിൽ ഇൻറ്റിമസി തെറാപ്പി, അങ്ങനെ കുറേ തെറാപ്പികളുണ്ട്. അവരെ പിന്നെ മൈൻഡ്ഫുൾ ആവാൻ പഠിപ്പിക്കുക, ലൈക്ക് അവരുടെ ഡേ ടു ഡേ ഇതിലാവാൻ പഠിപ്പിക്കുക.
കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യും. നമ്മൾ 1 ഡേ ഇവരുടെ അടുത്ത് നിർത്താനും ഒന്നും പറയില്ല, ഇവർ പലരും വരുത്തുമില്ല. ഭാര്യമാർ മാത്രമേ വരണമെങ്കിൽ അവരോടുള്ള സമീപനം മാറ്റാനാണ് ആദ്യം പഠിപ്പിക്കുക. മറ്റയാളെ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇവരുടെ അവേഴ്സ് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാനും, ഇവർക്കിപ്പോൾ ഡോപ്പമീൻ കിട്ടാൻ വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്, ഡോപ്പമീൻ കിട്ടുന്ന മറ്റുള്ള ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ഇവരുടെ സെക്ഷുവൽ ആക്ട് പതുക്കെ പതുക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് ഇതിൽ നിന്ന് ഡോപ്പമീൻ കിട്ടിത്തുടങ്ങും. സമയമെടുക്കും, ചിലവർക്ക് ഇപ്പോൾ 1 മാസം കൊണ്ട്, ചിലവർക്ക് 6 മാസം കൊണ്ട്, ഇങ്ങനെ ചിലവർക്ക് 1 ഇയർ കൊണ്ടൊക്കെ ചേഞ്ച് വരാൻ സാധിക്കും. ഇത് അഡിക്ഷൻ ഉള്ളവർക്ക്. വേറൊരു സംഭവം, പോൺ കാണുന്നത് ഓക്കെ ആണോ ശരിയാണോ അല്ലയോ, അതിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും കാണുന്നുണ്ട്, പക്ഷെ കൂടുതലും പുരുഷന്മാർ തന്നെയാണ് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ അറപ്പുള്ള സ്ത്രീകളുണ്ട്, ഇത് കാണാൻ നിർബന്ധിക്കുന്ന പുരുഷന്മാരുണ്ട്, കല്യാണത്തിന് മുമ്പ് കാണാൻ നിർബന്ധിക്കുന്നവരുണ്ട്, കല്യാണം കഴിഞ്ഞ് കാണാൻ നിർബന്ധിക്കുന്നവരുണ്ട്. ഈ പോൺ കണ്ടിട്ട് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഭാര്യമാരെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെയോ നിർബന്ധിക്കുന്ന ആൾക്കാരുണ്ട്. പല കാറ്റഗറി ഉണ്ട്. അത് അത്യാവശ്യം വലിയ സബ്ജക്റ്റാണ്. അതും ഞാൻ വേറെ എപ്പിസോഡിൽ കവർ ചെയ്യാം, കാരണം ഓരോന്ന് കവർ ചെയ്യാം. അപ്പം ഇതിനകത്ത് നമുക്ക് ഇവരെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവരാരും ചീത്ത വ്യക്തികളോ വൃത്തികെട്ട മനുഷ്യരല്ല, ആദ്യം അത് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഇപ്പോൾ കമ്മ്യൂണിറ്റി എടുത്തു നോക്കിയാൽ ഒരു മെജോറിറ്റി ആൾക്കാർ അത്യാവശ്യം പോൺ കണ്ടിട്ടുള്ളവരും കാണുന്നവരുമാണ്. ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പുറകിലെന്തോ ഒരു കഥയുണ്ട്, പുറകിൽ കഥയുണ്ട്, അത് ഹീൽ ചെയ്യാതെ മാറ്റാൻ പറ്റില്ല. ഈ പോണിലെല്ലാം പൊലിപ്പിച്ച് കാണിക്കുമല്ലോ, അപ്പോൾ പോണിലുള്ള ആൾക്കാരുടെ ലിംഗത്തിന്റെ സൈസ് കണ്ടിട്ട് പല ആൾക്കാർക്കും തോന്നാറുണ്ട് അവരുടെ മെമ്പർ അല്ലെങ്കിൽ ലിംഗം സൈസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് എങ്ങനെ ബാധിക്കും ലൈഫിനെ? അത് ആക്ച്വലി ഒരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാർജ് പെർസെൻറ്റേജ് ആളുകൾ, ഒരു ഓൺലൈൻ സർവേയിൽ 37% ആളുകൾക്ക് അവരുടെ അവയവത്തിന് സൈസ് കുറവാണെന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് ഞാനൊരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ഫുൾ ചെയ്യാം, ബിക്കോസ് ഇറ്റ്സ് എ വെരി റെലവൻറ്റ് പ്രോബ്ലം. ആണുങ്ങളുടെ കോൺഫിഡൻസ് എഫക്റ്റ് ചെയ്യുന്ന സാധനം.